നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായ തകർച്ച മൂലം, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ലാഭം കിട്ടാതെ വന്നതിലുള്ളൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടാവാം. എന്നാൽ പിന്നീട് നിങ്ങളെ ആ ഒരു വ്യക്തി ചതിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് വന്നു ചേർന്നതായിരിക്കാം. അതേപോലെ തന്നെ വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അതായത് പല വഴിയിൽ കൂടി സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടിയിട്ടും അത് സമ്പാദിക്കാതെ ചിലവഴിക്കാനായിരിക്കാം നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം ഇപ്പോഴുള്ളത്. അപ്പോൾ അത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ സാമ്പത്തികം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാവാം. അതേപോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കുന്നതിലൂടെയൊക്കെ നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു പരിധിവരെ നിങ്ങളെ വിട്ട് ഒഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാണുന്നത്. വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ സുഹൃത്ത്, അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ആയാലും നിങ്ങളുടെ ജീവിതത്തെ ആയാലും വളരെയധികം സ്വാധീനിച്ച ഏതോ ഒരു വ്യക്തി ചില കാരണങ്ങളുടെ പേരിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിച്ച് നിൽക്കുകയാവാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു രീതിയിലുമുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. അപ്പോൾ അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ വരവ് മൂലം നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാവുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ഊർജം, സന്തോഷം ഇവയൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശ്രദ്ധയോടെ നീങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോഴുള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളിൽ പലരും ചില മോശം ആളുകളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെടാനായിട്ട്, അവരുടെ ചതിയിൽ വീണ് പോവാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റിദ്ധാരണകളൊക്കെ അവർ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്ന് നൽകുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടും മറ്റുള്ളവരുടെ പ്രേരണ മൂലം പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളെ നശിപ്പിക്കാനായിട്ട്, നിങ്ങളെ ചതിച്ച് പലതും സ്വന്തമാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് പോവേണ്ടതുണ്ട്. തെറ്റായ ചിന്തകളിൽ കൂടി, വഴിയിൽ കൂടിയൊക്കെ പോവാൻ പലരും നിങ്ങളെ പ്രേരിപ്പിക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ
അവിടെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ്, ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ആരാണ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനും നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ദുഷ്കരമായിട്ടുള്ള സമയം മെച്ചപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വിജയവും സമൃദ്ധിയും എത്തിച്ചേരുന്നതാണ്. എല്ലാം നന്നായി വന്നു ചേരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതാണ്. കൂടാതെ വളരെയധികം ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കാനും ചെയ്ത് തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങളിലായാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം, മാർഗനിർദ്ദേശമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ, മാർഗങ്ങൾ ഒക്കെ തുറക്കപ്പെടുന്നതാണ്. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്നത്, അവിടെ ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.